ഒരു കാലത്ത് മലയാളി കൂടെ പാടിയ നിറമെന്ന സിനിമയിലെ ഗാനമാണിത്. ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന സിനിമ തുടങ്ങുന്നത് തന്നെ ലോഡ് ഷെഡിംഗ് സീനിലാണ്. അതായിരുന്നു ഒരിക്കൽ കേരളം. ഇപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ 10-12 ക്ലാസ്സുകളിലെ പരീക്ഷകൾ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഈ കാലത്തെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു പരീക്ഷാകാലത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങിന് നിയന്ത്രണം തുടങ്ങിയവ. എന്നാൽ ഇന്ന് ലോഡ് ഷെഡിംഗ് എന്ന വാക്ക് പോലും മാധ്യമങ്ങളിൽ കാണാനില്ല. അങ്ങനെ ഒറ്റ സുപ്രഭാതത്തിൽ കാണാതായ പദമല്ലിത്. മാറി മാറി ഭരിച്ച LDF സർക്കാരുകൾ വൈദ്യുതി മേഖലയിൽ ആവിഷ്കരിച്ച പദ്ധതികളുടെ ഭാഗമായാണ് നമ്മൾ ഇന്ന് വെളിച്ചത്തിലിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് രാവിലെ തന്നെ 2 പേപ്പറുമായി മാധ്യമങ്ങളെ കാണുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. ഇന്ന് പേപ്പറില്ലാതെ നേരിട്ടാണെന്ന് മാത്രം. ആ കലാപരിപാടിയിൽ പലതവണ വിമർശനങ്ങളോടെ അവതരിപ്പിച്ച ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയിലൂടെയും അതിനു മുൻപുണ്ടായിരുന്ന UDF സർക്കാരിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലെ 2 റബ്ബർ മരം വെട്ടുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി പാതി വഴിയിൽ ഉപേക്ഷിച്ച ഇടമൺ കൂടംകുളം പവർ ഹൈവേ പൂർത്തിയാക്കിയും ചെറുകിട വൻകിട ജലവൈദ്യുത പദ്ധതികളെ കൃത്യമായി ഉപയോഗിച്ചും ആവശ്യ സമയത്ത് ഗ്രിഡിൽ നിന്ന് വൈദ്യുതി വാങ്ങിയും ഒക്കെയാണ് സർക്കാർ ലോഡ് ഷെഡിംഗ്